നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മള് സ്നേഹത്തണലിന്റെ ആളുകള് ഇന്ന് പുൽപ്പള്ളിയിൽ നിന്ന് പനമരം വഴി വന്നപ്പോഴാണ് ഇവിടുന്ന് കുറച്ച് ആളുകള് ഇവിടെ ഇങ്ങനെ കുടില് കെട്ടി താമസിക്കുന്നു. ഇവിടെ ഈ മത്സ്യബന്ധനത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ചേച്ചിനെ സുനിത ചേച്ചി, ചേട്ടൻ പേരെന്താ? രാമചന്ദ്രൻ. ഇവര് എല്ലാ വർഷം വന്നിട്ട് ഇവിടെ 3-4 മാസം താമസിക്കുന്നതാണ്. വളരെ പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളാണ്. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവര് ടെന്റൊക്കെ കെട്ടി ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വലയൊക്കെ വിറ്റ് ഇവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ കുറെ കുട്ടികളുണ്ട്, കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ കൂടെ അത് പങ്കിട്ട് കഴിച്ച് ഇങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർക്ക് പാകപ്പെടുത്തി എടുക്കാൻ സമയമാകുന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ എടുത്ത് പോവുകയാണ്. ഇനി തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വരുന്നത്? 6 മാസം ഇവിടെ വരും. എത്ര ആൾക്കാരുണ്ട് മൊത്തം? 15 കുടുംബമുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോണ കാര്യങ്ങളൊക്കെ വയസ്സായിട്ടില്ല. ഇവർക്ക് അംഗനവാടി പോകാനായിട്ട് വയസ്സായിട്ടില്ല അല്ലേ? പിന്നെ അവർക്കൊക്കെ തന്നെ അങ്ങനെയാ? അത് ശരി അല്ലേ. അവരൊക്കെ ആ ചേച്ചിയുടെ പിള്ളേരാണോ? അപ്പൊ ഈ നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ സ്കൂളിൽ പോണവരൊക്കെ നാട്ടിലാണുള്ളത് അല്ലേ? നാട്ടിലാണുള്ളത്. അപ്പൊ ഇത് 12ഓളം ടെന്റുകളാണുള്ളത്. ഈ ടെന്റിൽ ഇവര് താമസിക്കുന്നു. പിന്നെ ഏറെക്കുറെ എത്ര ആളുകൾ ഫീൽഡിൽ പോകുന്നുണ്ട് നിങ്ങൾ വല വെക്കാനൊക്കെ ആയിട്ട്? പക്ഷെ ഇപ്പൊ മീനിന് ഇത് മുതലുണ്ടല്ലേ വെള്ളത്തിൽ, പനമരം പുഴയല്ലേ പോകുന്നില്ല. കുളിക്കാൻ പോകുന്ന സമയത്ത് അവിടെ തന്നെ 5-6 മോൾക്കൊക്കെ കിടക്കും. അതുകൊണ്ട് ആനകൾ കുറച്ച് പേടിച്ചിട്ട് രാത്രിയിൽ വെളിച്ചത്തിന് എന്താ ഉപയോഗിക്കുക നിങ്ങൾ? മെഴുകിരോ? മെഴുതിരി വെക്കും. പിന്നെ മൊബൈലിന്റെ ടാർസും ഉണ്ടോ, ചാർജും ഉണ്ടോ. മൊബൈൽ എവിടെ കുത്തും നിങ്ങൾ? അവിടെ ചായക്കട ഉണ്ട്. അവര് സഹകരിക്കും അല്ലേ? അവര് സഹകരിക്കും. ഇയാള് പേരെന്താ? സഞ്ജയ്. പുള്ളി വിൽക്കാൻ പോണ ആളാണോ? അല്ല അല്ലേ? അപ്പൊ അത് അങ്ങോട്ടൊക്കെ തന്നെ കുറെ അവിടെയൊക്കെ തന്നെ കുറെ ടെന്റ് ഉണ്ട്. ഇവിടെ ടെന്റിൽ കുറച്ച് കുട്ടികളുണ്ട്. ഇത് ആ ചേച്ചിയുടെ പിള്ളേരാ? ശരി. ഇത് നിങ്ങളുടെ മക്കളാ? മോന്റെ പേരെന്താ? സൂര്യ. ഇവള് കാർത്തിക്. അവരെത്ര പേരുണ്ട്? അവര് 4 പേരാ? ചേച്ചിക്ക് 4 പേരാ? അപ്പൊ ഈ ഉള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ, മീൻ, അരി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പാചകപ്പെടുത്തിയിട്ട് നമുക്ക് ഇതാക്കാം. അപ്പൊ നിങ്ങളൊക്കെ കണ്ടാലും പരിചയപ്പെട്ടാലൊക്കെ സന്തോഷം. ചേച്ചിയുടെ പേരെന്താ? സരോജ. നിങ്ങള് മൈസൂരിൽ തന്നെയാണോ? എല്ലാ വർഷവും ഇവിടെ വരുന്നത് അല്ലേ? അപ്പൊ ഈ ഇങ്ങനെ ഇത് വല വിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിതം മുന്നോട്ടുണ്ടോ? മീൻ പിടിക്കും. എന്നിട്ട് എവിടെ വെക്കും? ഇവിടെ കടയിൽ കൊടുക്കോ ആൾക്കാർക്ക്? അപ്പൊ അങ്ങനെ ഈ വല ഇട്ട് പിടിക്കോ? ശരി. അത് നല്ലൊരു കാര്യമാണ്. ഓക്കെ.